പശ്ചിമ ബംഗാളിൽ SIRന്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിലുണ്ടായ സംഭവങ്ങൾ അതിൻ്റെ സൂചനകളാണ്. മാധ്യമപ്രവർത്തകനായ R രാജഗോപാലിൻ്റെ വിദേശയാത്ര പോലും മുടങ്ങി. അത് വെറും ഒരു വിദേശയാത്ര ആയിരുന്നില്ല, സ്വന്തം മകളുടെ കല്യാണത്തിന് പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യാത്രയായിരുന്നു. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, ഒരു അച്ഛൻ്റെ സ്വപ്നങ്ങളായിരുന്നു അവിടെ തകർന്നത്. ഇതിൻ്റെ പിന്നിലെ കഥകളിലേക്ക് പോകുമ്പോൾ വഴിമുടക്കിയായത് SIR തന്നെയെന്ന് പറയേണ്ടി വരും. അതായത്, പുതിയ വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന ഒറ്റ കാരണത്താലാണ് അദ്ദേഹത്തിന് പാസ്പോർട്ട് നിഷേധിക്കപ്പെട്ടത്. വിഷയം ചർച്ചയായി. സംസ്ഥാന സർക്കാർ ഇടപെട്ടു. നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനുമെല്ലാം വിഷയത്തിൽ പ്രതികരിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ അവിടുത്തെ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ഒപ്പം പ്രതിപക്ഷ നേതാവും പ്രതിഷേധം രേഖപ്പെടുത്തി. എങ്കിലും കാര്യങ്ങൾ എങ്ങും എത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിനിടയിൽ പാസ്പോർട്ടിലെ ചില ഉദ്യോഗസ്ഥന്മാർ, അല്ലെങ്കിൽ പാസ്പോർട്ട് ഓഫീസിലെ ചില ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. കൊൽക്കത്തയിലെ പ്രത്യേക പോലീസ് വിഭാഗമാണ് അദ്ദേഹത്തിൻ്റെ വെരിഫിക്കേഷൻ നടപടികൾ നടത്തിയത്. അതിൽ നിന്ന് അവർ കണ്ടെത്തിയത് 2002 മുതൽ ശ്രീ R രാജഗോപാൽ അവിടുത്തെ താമസക്കാരനല്ല എന്നായിരുന്നു. പക്ഷേ കഴിഞ്ഞ 30 വർഷമായി ടെലിഗ്രാഫ് പത്രവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ടെലിഗ്രാഫുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നിത്യം എല്ലാ ആളുകളെയും കാണുന്ന, ഉദ്യോഗസ്ഥന്മാരെ കാണുന്ന, മന്ത്രിമാരെ കാണുന്ന ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് R രാജഗോപാൽ. അദ്ദേഹത്തിന് ഈ ദുർഗതി ഉണ്ടാകുമ്പോൾ മറ്റ് ആളുകളുടെ കാര്യം പറയേണ്ടതായിട്ടുണ്ടോ? അതാണ് ഇപ്പോഴത്തെ ചോദ്യം. ഈ വിഷയം SIRന്റെ നാൾ മുതൽ തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജി ഉന്നയിച്ചതാണ്. കുടിയേറ്റക്കാരെന്ന പേരിൽ പല തൃണമൂൽ കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഒപ്പം തന്നെ പ്രവർത്തകരുടെയും ഒക്കെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയെന്ന് അന്ന് അവർ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് ആരും ചെവിക്കൊണ്ടില്ല. മമതാ ബാനർജി എന്നെ നേരിട്ട് കോടതിക്ക് മുന്നിൽ ഹാജരായി കാര്യങ്ങൾ വിശദീകരിച്ചു. ഗൗരവമുള്ള വിഷയമാണെന്ന് അവർ പറഞ്ഞു. പക്ഷേ ഫലം കണ്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. മലയാളിയാണെങ്കിലും അദ്ദേഹം കഴിഞ്ഞ 30 വർഷത്തിലധികമായി കൊൽക്കത്തയിലെ ബലിഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിര താമസക്കാരനാണ്. അദ്ദേഹം നേരത്തെ അവിടുത്തെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വെരിഫിക്കേഷൻ സമയത്ത് അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് SIRൽ പേരില്ല ആയതിനാൽ കുടിയേറ്റക്കാരൻ, അല്ലെങ്കിൽ ആ ഔദ്യോഗിക രേഖകളില്ല എന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ ഒഴിവാക്കുന്ന രീതിയിലായിരുന്നു അവരുടെ നീക്കങ്ങൾ. പാസ്പോർട്ട് നിരസിച്ചതോടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സംഭവത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നു. സംഭവം അദ്ദേഹം തന്നെ വെളിപ്പെടുത്തി. വിഷയങ്ങൾ ചർച്ചയായി മാറിയതോടെയാണ്, കേന്ദ്രമാണോ സംസ്ഥാനമാണോ എന്നറിയില്ല, എന്തായാലും പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ ചില പരിശോധനകൾ തുടങ്ങിയിട്ടുണ്ട്. ഈ പരിശോധനകൾ ഫലം കാണും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അദ്ദേഹത്തിന് നഷ്ടമായത് വലിയൊരു നഷ്ടം തന്നെയാണ്. സ്വന്തം മകളുടെ വിവാഹം കാണുക എന്നുള്ളത്, അതിനപ്പുറം അതിൽ പങ്കാളിയാവുക എന്നുള്ളത്. ആ വിഷമതകൾ ആർക്ക് മാറ്റാൻ കഴിയും എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. മാത്രവുമല്ല, ഇതേ വിഷയം തന്നെയായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജിയും ഉന്നയിച്ചത്. ഒരുപാട് ആളുകൾക്ക് അവരുടെ വോട്ട് നഷ്ടപ്പെട്ടു. മാത്രവുമല്ല, വിലപ്പെട്ട പല രേഖകളും വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിന് അവർക്ക് കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ചില ആളുകൾക്ക് അവരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ പോലും നടത്താൻ കഴിയുന്നില്ല എന്നായിരുന്നു അന്ന് മമതാ ബാനർജിയുടെ പരാതി. കാര്യമായി ആരും അത് ചെവിക്കൊണ്ടില്ല. ഇന്ന് പ്രതിപക്ഷത്തുള്ളവരോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളോ ഒക്കെ തന്നെ അതിന് വലിയ വില കൊടുത്തതുമില്ല. മമതാ ബാനർജി അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവർ പ്രതികരിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം അവർക്ക് പരാജയമുണ്ടായി. എന്നാൽ ഈ കേസിൽ, R രാജഗോപാലിൻ്റെ കേസിൽ മമതാ ബാനർജി ഇടപെട്ടു. അവർക്ക് പറയാനുള്ളത് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ പറഞ്ഞു. അവർ തന്നെ വിവരങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു. ഇനിയുള്ള ദിവസങ്ങളിൽ SIR ഒരു ചർച്ചയായി മാറും എന്നുള്ളത് ഉറപ്പാണ്. അനൗദ്യോഗിക കണക്കനുസരിച്ച് ഏകദേശം 20 ലക്ഷത്തിലധികം പേരാണ് ഈ SIR അനുസരിച്ച് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ആ കണക്കുകളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിൽ പശ്ചിമ ബംഗാളിലേക്ക് ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആളുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്.
അവർക്ക് രേഖകളില്ലാത്തത് കൊണ്ട് അവർ അവിടെ നിന്നും പോയി എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ SIRൽ വീണ്ടും ഒരു കൃത്യത വരുത്തുന്നതിനായി എന്തുകൊണ്ട് കേന്ദ്രം പശ്ചിമ ബംഗാളിൽ ഒരു പരിശോധനയ്ക്ക് തയ്യാറാകുന്നില്ല എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ആ ചോദ്യത്തിന് വലിയ പ്രസക്തി തന്നെയുണ്ട്. കാരണം വോട്ടർ പട്ടിക പുതുതായി എത്തി, പുതിയ ഭരണ സംവിധാനം വന്നു, BJP അധികാരത്തിലെത്തി. ഇനി വേണമെങ്കിൽ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആളുകളെ ഈ സർക്കാരിന് സഹായിക്കാൻ കഴിയും. അത്തരത്തിലൊരു നീക്കം ഇതുവരെയായിട്ടും അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അതല്ലെങ്കിൽ SIRുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഒരു നീക്കവും നടക്കുന്നില്ല. കാരണം അന്ന് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നവരിൽ അധികം പേരും മറ്റ് രാജ്യങ്ങളിൽ നിന്നെത്തിയത്, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നെത്തിയവരാണ് എന്നായിരുന്നു ആരോപണം. അവർ പൂർണ്ണമായും പോയി എന്ന് ഉറപ്പാക്കാൻ പോലും ഇപ്പോഴും ഇവിടുത്തെ കേന്ദ്ര ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല. മാത്രവുമല്ല, എന്തായാലും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ വിഷയം തിരിച്ചറിഞ്ഞു. ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. വൈകിയെങ്കിലും ഒരു പക്ഷേ R രാജഗോപാലിന് പാസ്പോർട്ടുമായി അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ഇത് ഒരു R രാജഗോപാലിൻ്റെ മാത്രം പ്രശ്നമല്ല. ഇതുപോലെ വളരെയധികം ആളുകൾ പല രേഖകളുടെ പേരിൽ ഇന്ന് പശ്ചിമ ബംഗാളിൽ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും ഇതിൻ്റെ പേരിലെങ്കിലും ഒരു വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ച ഉണ്ടായതിൽ നല്ലത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. R രാജഗോപാൽ ഈ വിഷയം മുന്നിലേക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിലൂടെ അവതരിപ്പിച്ചെങ്കിൽ തന്നെയും അതിന് കൃത്യമായ പരിഗണന സംസ്ഥാനത്ത് നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ലഭിച്ചു. മറ്റ് സംസ്ഥാനങ്ങളൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്തു. ചില രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിച്ചു, പ്രത്യേകിച്ച് CPIM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ. BJP അവിടെയും മൗനം പാലിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കേസുകൾ ഇനിയും ഉയരപ്പെടും എന്നുള്ളത് ഉറപ്പാണ്.